രാവിലെ 9 മണി 1984 ഒക്ടോബർ 31 ഡൽഹിയിലെ സഫർജംഗ് റോഡ്. ഇന്ദിരാഗാന്ധി അഥവാ അന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി സാധാരണ പോലെ ഓഫീസിലേക്ക് നടന്നു പോകുന്നു. ഓറഞ്ച് നിറത്തിലുള്ള സാരി അണിഞ്ഞ് ചിരിച്ച മുഖവുമായി ഗേറ്റ് കടക്കുമ്പോൾ അവർ കൈകൂപ്പി സുരക്ഷാ ഉദ്യോഗസ്ഥരോടായി പറഞ്ഞു, നമസ്തേ. പെട്ടെന്നായിരുന്നു ഒരു വെടിവെച്ച. അവർ നിലത്തു വീണു. ഇന്ത്യയുടെ ഹൃദയം നിശ്ചലമായി. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? അതിന്റെ തുടക്കം അതേ ദിവസം 4 മാസങ്ങൾക്ക് മുമ്പായിരുന്നു. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ. 1984 ജൂണിൽ അമൃത്സറിലെ സുവർണ ക്ഷേത്രത്തിനുള്ളിൽ സിഖ് ഭീകരനായ ജർണൈൽ സിംഗ് ഭിന്ദ്രാവാലയും അനുയായികളെയും പുറത്താക്കാനായി ഇന്ത്യൻ സൈന്യം നടത്തിയ സൈനിക നീക്കം. ആ ക്ഷേത്രം സിഖ് മതത്തിന്റെ ഏറ്റവും വിശുദ്ധ സ്ഥലമായതുകൊണ്ട് ആ നടപടി അനേകം സിഖ് വിശ്വാസികളിൽ കടുത്ത വേദനയും കടുത്ത കോപവും സൃഷ്ടിച്ചു. അതേ തുടർന്ന് ഇന്ദിരാഗാന്ധിക്കെതിരെ തുടർച്ചയായ വധഭീഷണികൾ വരാൻ ആരംഭിച്ചു. സുരക്ഷാ വിഭാഗം ഇന്ദിരാഗാന്ധിക്ക് മുന്നറിയിപ്പ് നൽകി, മാഡം, നിങ്ങളുടെ സുരക്ഷാ സംഘത്തിൽ സിഖ് അംഗങ്ങളുണ്ട്. ഒരു പക്ഷേ അവർക്ക് സമുദായത്തിൽ നിന്ന് സമ്മർദ്ദങ്ങൾ ഉണ്ടാവാം. അവരെ മാറ്റുന്നതാണ് നല്ലത്. പക്ഷേ ഇന്ദിരയുടെ മറുപടി ഉറച്ചതായിരുന്നു. മതം നോക്കി ഞാൻ ആളുകളെ മാറ്റുകയില്ല എന്ന ഉറച്ച നിലപാട്. അത് അവരുടെ മനുഷ്യത്വത്തെയും ധൈര്യത്തെയും തെളിയിച്ച ഒരു തീരുമാനമായിരുന്നു. പക്ഷേ അതേ തീരുമാനം തന്നെ അവരുടെ മരണത്തിനും കാരണമായി. ഒക്ടോബർ 31 രാവിലെ ഐറിഷ് സംവിധായകനായ പീറ്ററിന്റെ ഡോക്യുമെന്ററിക്കായി അവർ അഭിമുഖം നിശ്ചയിച്ചിരുന്നു. സാധാരണ ദിവസത്തെ പോലെ പ്രഭാത ഭക്ഷണങ്ങൾ കഴിച്ച് തയ്യാറായി. പേരമക്കളായ രാഹുലിനെയും പ്രിയങ്കയെയും സ്കൂളിലേക്ക് അയക്കാൻ അവർ തയ്യാറെടുത്തു. പതിവിലും കൂടുതൽ സമയം അവരെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ഒരു പക്ഷേ അവർക്ക് എന്തോ മനസ്സിലായിരുന്നിരിക്കാം. രാവിലെ 9 മണിയോടെ അവർ ഓഫീസിലേക്ക് പുറപ്പെട്ടു. അവരുടെ വസതിയും ഓഫീസും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാതയുടെ അവസാന ഗേറ്റിൽ ഇരുന്നവരായിരുന്നു ബിയാൻ സിംഗും അമന്ത് സിംഗും. ഇരുവരും അവരുടെ പേഴ്സണൽ ബോഡി ഗാർഡുകളായിരുന്നു. മാത്രമല്ല സിഖ് സമുദായ അംഗങ്ങളുമായിരുന്നു. ഇന്ദിരാഗാന്ധി അവരുടെ മുന്നിലെത്തുമ്പോൾ കൈകൂപ്പി നമസ്തേ പറഞ്ഞു. അപ്പോൾ റിവോൾവർ എടുത്ത് 3 വെടി അവർക്ക് നേരെ തീർത്തു. ഇന്ദിരാഗാന്ധി നിലത്ത് വീണപ്പോൾ സത്വന്ത് സിംഗ് തന്റെ ഗൺ കൊണ്ട് തുടർച്ചയായി 31 റൗണ്ട് വെടി ഇന്ദിരാഗാന്ധിക്കെതിരെ ഉതിർത്തു. നിമിഷ നേരം കൊണ്ട് ഇന്ദിരാഗാന്ധി എന്ന ഇന്ത്യയുടെ ഒരു വനിത രക്തത്തിൽ അക്ഷരാർത്ഥത്തിൽ കുളിച്ചു. വെടിയച്ച കേട്ട് മരുമകളായിരുന്ന സോണിയാഗാന്ധിയും മറ്റ് സുരക്ഷാ ഉദ്യോഗസ്ഥരും ഓടി അവരുടെ സമീപത്തേക്കെത്തി. സോണിയാഗാന്ധി മമ്മി എന്ന് നിലവിളിച്ചുകൊണ്ട് അലറിക്കരഞ്ഞു. ഇന്ദിരാഗാന്ധിയെ കൊണ്ട് ഒരു അംബാസഡർ കാർഡിൽ കിടത്തി എയിംസ് ആശുപത്രിയിലേക്ക് കുതിച്ചു പാഞ്ഞു. ഡോക്ടർമാർ 5 മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയ നടത്തി. പക്ഷേ ഉച്ചയ്ക്ക് 2:23 ഇന്ദിരാഗാന്ധി മരണപ്പെട്ടിരിക്കുന്നു എന്ന് ഔദ്യോഗിക പ്രഖ്യാപനം വരികയുണ്ടായി. ഇന്ദിരാഗാന്ധിയുടെ മരണം ഒരു വ്യക്തിയുടെ മാത്രമല്ല, ഒരു കാലഘട്ടത്തിന്റെ അവസാനമായിരുന്നു. ഇതിന്റെ വേരുകൾ ഇന്നും മണ്ണിൽ ജീവനോടെയുണ്ട്. അവരുടെ വാക്കുകൾ ഇന്നും ഓർമ്മിക്കുന്നുണ്ട്. എൻ്റെ ഓരോ രക്തത്തുള്ളിയും ഈ രാജ്യത്തിന്റെ വളർച്ചക്കായിരിക്കും. ഒരു അമ്മ എന്ന നിലയ്ക്ക്, ഒരു നേതാവ് എന്ന നിലയ്ക്ക്, ഒരു മുഖ്യ രാഷ്ട്രീയക്കാരി എന്ന നിലയ്ക്ക് ഇന്ദിരാഗാന്ധിയുടെ ജീവിതം ഒരു മുന്നറിയിപ്പാണ്. ധൈര്യം മനുഷ്യനെ അതുല്യനാക്കുന്നു.
ചില സമയത്തെങ്കിലും വിധിക്ക് കീഴടങ്ങേണ്ടി വരും. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തരണമെന്ന് വളരെ വിനീതമായി അപേക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ ഒട്ടും വൈകാതെ കാണുന്ന പ്രതീക്ഷയോടെ തൽക്കാലത്തേക്ക് ഇവിടെ പറയുന്നു. നന്ദി.